രണ്ട് സമയത്ത് നടന്ന സംഭവങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒന്ന് 2023, അടുത്തത് ഇക്കഴിഞ്ഞ ദിവസം. രണ്ടിലും കഥാനായകൻ ഒരാൾ തന്നെ, കോഴിക്കോട് സ്വദേശി സവാദ്. അതേ കുറ്റം ആവർത്തിച്ചു. ഇവിടെയും ഹീറോയിസം കാട്ടിയത് KSRTC ബസ്സിൽ തന്നെ. ഈ മാസം 14-നാണ് പുതിയ സംഭവം. മലപ്പുറത്തേക്കുള്ള യാത്രക്കിടെ ലൈംഗികാതിക്രമം നേരിട്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഇത്തവണയും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ പോലീസ് വിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി. ഇപ്പോൾ റിമാൻഡിലാണ്, 14 ദിവസത്തെ റിമാൻഡിൽ. ലൈംഗികാതിക്രമത്തിന് ജയിലിൽ പോയി ഇറങ്ങി വന്നപ്പോൾ 2023 പൂമാല കിട്ടിയ നായകനാണ്. വീണ്ടുമുണ്ടോ പൂമാല? ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. നമുക്കൊപ്പം അതിഥികളുണ്ട്. ശ്രീമതി നന്ദിത ശങ്കര, മുൻപ് പരാതി നൽകിയ വ്യക്തിയാണ്. അജിത് വട്ടിയൂർക്കാവ്, മെൻസ് അസോസിയേഷൻ പ്രതിനിധി. രാഹുൽ ഈശ്വർ, വലത് നിരീക്ഷകൻ. ഗോകുൽ ഗോപാലകൃഷ്ണൻ, ഇൻഫ്ലുവൻസർ എന്നിവരാണ് അതിഥികളായി നമുക്കൊപ്പം പങ്കുചേരുന്നത് ന്യൂസ് ഈവനിങ്ങിൽ. അതിനു മുൻപായി ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനായി സൂരജ് സജിയിലേക്ക് ഞാൻ പോവുകയാണ്. സൂരജ് തത്സമയമുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഈ സംഭവം ഉണ്ടായത് 14-ാം തീയതിയാണ്. KSRTC ബസ്സിൽ വെച്ച് തന്നെ ഇത്തവണയും ഇയാൾ ലൈംഗികാതിക്രമം കാണിക്കുന്നു. തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകി. ഇയാൾ രക്ഷപ്പെട്ടു, തമിഴ്നാട്ടിലേക്ക് കടന്നു. പിന്തുടർന്ന് പോലീസ് പിടികൂടി, അറസ്റ്റിലായി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റിമാൻഡിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറ്റകൃത്യം എന്തോ എന്നൊക്കെയുള്ളതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? FIR-ന്റെ വിവരങ്ങൾ ഉൾപ്പെടെ. അനുജ, കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് പറയുന്നതിന് ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് നമ്മൾ അത്തരം വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത്. എന്തായാലും 2023 KSRTC-യിൽ അരങ്ങേറിയതിന് സമാനമായ സംഭവവും സാഹചര്യവുമാണ് തൃശ്ശൂരിലും ഉണ്ടായത്. കഴിഞ്ഞ ഈ മാസം 14-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ഈ സവാദ് ബസ്സിൽ കയറുന്നത്. പിന്നീട് ഈ ബസ് പിന്നിട്ട് കുറച്ചു ദൂരം, അതായത് പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വെച്ച് ഈ ബസ്സിലുണ്ടായിരുന്ന യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. പിന്നീട് യുവതി ഇതിൽ പ്രതികരിച്ചതോടെ യാത്രക്കാർ ഇയാളെ പിടികൂടി ഈ പോലീസിൽ ഏൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി സവാദ് വീണ്ടും 2023-ലേതുപോലെ ഓടി രക്ഷപ്പെടുന്നത്. പിന്നീട് തൃശൂർ ഈസ്റ്റ് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ പൊള്ളാച്ചിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നലെ രാത്രിയാണ് തൃശൂരിലേക്ക് പ്രതിയെ എത്തിക്കുന്നത്. പിന്നീട് നടത്തി വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് അയ്യന്തോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. അയ്യന്തോൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്ന. 2023-ലും സമാനമായ കേസുണ്ടായിരുന്നു. അന്ന് കൊച്ചിയിൽ ബസ് യാത്രക്കിടയിലാണ് യുവതിയോട് അപമര്യാദയായി പെരുമാറുന്നതും ലൈംഗികാതിക്രമം ഉൾപ്പെടെ നടത്തുന്നതും. ഇതിൽ പോലീസ് കേസെടുത്ത് റിമാൻഡിൽ പോയ പ്രതി പിന്നീട് ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഒരു വിഭാഗം ആളുകളൊക്കെ സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. സമാനമായ കേസിലാണ് വീണ്ടും സവാദ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു, റിമാൻഡിലേക്ക് പോയിരിക്കുന്നു. അനുജ, അതെ, ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഇയാൾ ആ സമയത്തും എന്തൊക്കെയാണ് ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു, അതിനുശേഷം പിന്നീട് നിഷേധിക്കുകയാണല്ലേ, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് പോലീസ് പിടികൂടി കൊണ്ടുവരുമ്പോൾ. അനുജ, തീർച്ചയായും 2023-ലും ഈ സവാദിനെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ രംഗത്തെത്തുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് സവാദ് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ എണ്ണം, അതായത് അടിവസ്ത്രം വരെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ അന്ന് അതിനെ ന്യായീകരിച്ചിരുന്ന. അത്തരത്തിലൊരു സാഹചര്യമേ ഇല്ല എന്ന തരത്തിലൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ആ ന്യായീകരണങ്ങൾ പൊളിഞ്ഞു വീഴുന്ന സംഭവമാണ് രണ്ടാമത്തെ കേസോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ശേഷം ആ പെൺകുട്ടി ബസ്സിൽ വെച്ച് തന്നെ അത് ചോദ്യം ചെയ്തു. അത് കണ്ട ആളുകളുണ്ട്. ബസ് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും അടക്കം മൊഴി ഈ സവാദിനെതിരെ തന്നെ ശക്തമായ മൊഴിയായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് നിലനിൽക്കെ തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത സമയത്തും പ്രതി കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ചില ദൃശ്യങ്ങളും ഈ സാക്ഷിമൊഴികളും അടക്കം ഉദ്ധരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലടക്കമുണ്ട്. അതിനൊടുവിലാണ് ഈ പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023-ലും അറസ്റ്റിലായ സമയത്ത് ഈ പ്രതി കുറ്റം സമ്മതിക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. പിന്നീട് പുറത്തിറങ്ങിയ ശേഷമെല്ലാം തന്നെ ഇത്തരത്തിൽ താൻ ധരിച്ച വസ്ത്രമെല്ലാം പറഞ്ഞ് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ന്യായീകരണം അടക്കം നടത്തിയത്. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായ സമയത്തും കുറ്റം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ കുറ്റം ചെയ്തൊന്ന് സമ്മതിക്കാനോ തയ്യാറായിരുന്നില്ല. എന്തായാലും പ്രതിക്കെതിരെ ശക്തമായ മൊഴികൾ പോലീസിന് മുന്നിലുണ്ട്. അത് ബസ് കണ്ടക്ടറുടെ മൊഴിയുണ്ട്, അതോടൊപ്പം തന്നെ ഡ്രൈവറുടെ മൊഴിയുണ്ട്. യാത്രക്കാരടക്കം പറയുന്നത് ഈ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാൻ നടത്തുന്ന സമയത്ത് കുതറി ഓടുകയായിരുന്നു സവാദ് എന്നാണ് പറയുന്നത്. അതും ഒരു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. ബസ് ഈ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. അല്ലെങ്കിൽ അന്ന് തന്നെ സവാദ് പിടിയിലാകേണ്ടതാണ്. ഇതിപ്പോൾ 14-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ഒളിവിൽ പോയ പ്രതിയെ അതിസാഹസികമായി തന്നെയാണ് പോലീസ് പിടികൂടുകയും ചെയ്ത. അനുജ, അതാണ്
ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസമാണ്. തൃശൂർ മാജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് സവാദിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അയാൾ തമിഴ്നാട്ടിലേക്കാണ് രക്ഷപ്പെട്ടത്, പക്ഷേ പോലീസ് വിട്ടില്ല, പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇന്നലെയാണ് അയാൾ പിടിയിലായത്. അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. നമുക്കൊപ്പം അതിഥികൾ. മുൻപ് പരാതി നൽകിയ 2023 ലൈംഗികാതിക്രമം നേരിട്ട നന്ദിത ശങ്കര നടിയാണ്, മോഡലാണ്, മസ്താനി എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്കൊപ്പമുണ്ട് തത്സമയം. നന്ദിത, അന്ന് എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു? ഇത് നന്ദിതയുടെ പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് ഹണി ട്രാപ്പാണ്, വ്യാജ പരാതിയാണ്, അങ്ങനെ എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു? ഇപ്പോൾ 2 വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് കൃത്യം 2 വർഷമാണ്, അന്ന് മെയ് മാസത്തിലായിരുന്നു എന്നാണ് തോന്നുന്നത് അല്ലേ? ഇതിപ്പോൾ ജൂൺ ആകുമ്പോൾ കൃത്യം 2 വർഷം കഴിയുമ്പോൾ ഇയാൾ ഇതേ കാര്യത്തിന് പിടിയിലായിരിക്കുകയാണ്. ഇപ്പോൾ 14 ദിവസം റിമാൻഡ് ജയിലിലേക്ക് പോകുന്നു. ഇപ്പോഴെന്താ പറയാനുള്ളത് നന്ദിതയ്ക്ക്? 2023 ഒരു ഇൻസിഡൻ്റ് എന്നും 2025 ഒരു ഇൻസിഡൻ്റ് എന്നുമല്ല. ഈ 2023 തൊട്ട് 2025 വരെ ആള് ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴുമായി പല പിള്ളേരും, എനിക്ക് അറിയാത്ത പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന ബസ് സ്റ്റാൻഡിൽ വെച്ച് അയാളെ കണ്ടു, അയാളൊരു ബസ് കയറുന്നു, ബസ് എടുക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, അടുത്ത ബസ് കയറുന്നു, ബസ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളത്. സോ ഞാൻ 2023 റിയാക്ട് ചെയ്തൊരു വിക്റ്റിമാണ്. ഇപ്പോൾ 2025 റിയാക്ട് ചെയ്ത ഒരു വിക്റ്റിം കൂടെ വന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. ഹി ഹാസ് ഓൾവേസ് ബിൻ ആൻഡ് വിൽ ഓൾവേസ് ബി എ സെക്ഷുവൽ ഒഫൻഡർ. അതെ, ഇപ്പോൾ നന്ദിത അന്ന് പരാതി നൽകിയ നന്ദിതയാണ്. അന്നിപ്പോൾ ഇതിനു മുൻപ് ഇപ്പോൾ പറയുന്നുണ്ട്, അതിനുശേഷം നന്ദിതയ്ക്ക് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ സന്ദേശം അയക്കുകയും ഇയാൾ ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും പക്ഷേ ആ പെൺകുട്ടികളൊന്നും പരസ്യമായി ഇത് പരാതി ഉന്നയിക്കാനോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുകയോ ചെയ്തിട്ടില്ല. നന്ദിതയാണത് ശക്തമായി തന്നെ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടെത്തിച്ചിട്ടേ പിൻവാങ്ങുമെന്ന് ശക്തമായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് വീഡിയോ ചിത്രീകരിച്ച് അത് പുറത്തുവിട്ടു. അങ്ങനെയൊക്കെ ധൈര്യപൂർവ്വം തന്നെ നിന്ന പെൺകുട്ടിയാണ് നന്ദിത. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇത് പരസ്യമായി 2 വർഷത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. ഒരേ കാര്യം തന്നെ, ഒരേ കുറ്റം. KSRTC ബസ് തന്നെയാണ് ഇവിടെയും. എനിക്ക് വന്ന എല്ലാ മെസ്സേജിലും ഒരേ കാര്യമായിരുന്നു, ഒരേ കുറ്റമായിരുന്നു. മുട്ടുകൊണ്ട് ഉരച്ചു നോക്കുന്നു, ബാഗ് വെച്ച് മറയ്ക്കുന്നു, ഇത് തന്നെയായിരുന്നു റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരുന്നത്. ഞാൻ 2 വർഷം 1 മാസം എക്സാക്ട്ലി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ് ദി എക്സാക്ട് സെയിം റൂട്ട്, എക്സാക്ട് സെയിം രീതി, എക്സാക്ട് സെയിം അസോൾട്ട്. അതെ, പക്ഷെ അപ്പോഴൊക്കെ എന്താണ് നന്ദിതയ്ക്ക് എന്താണ് ആ സമയത്തെല്ലാം തോന്നിയത്? ഇപ്പൊ ഇത് തുടർച്ചയായിട്ട് ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദിത ഒരു പരാതി കൊടുക്കുന്നു, അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ്, എന്നിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ എന്നൊരു തോന്നൽ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിരുന്നോ? എന്നെങ്കിലും പിടിക്കപ്പെടും എന്നുള്ളത് ഐ വാസ് ഷുവർ ഓഫ് ഇറ്റ്. കാരണം അങ്ങനെ സീരിയൽ ഒഫൻഡറായി, സീരിയൽ അബ്യൂസറായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് പോലും ആൾ ഒരു രീതിയിലും ആൾക്കൊരു പേടിയോ ഒരു ട്രൊമാറ്റിക്, അയാളൊരു വിക്ടിം ആയിരുന്നെങ്കിൽ അയാൾക്കൊരു ട്രൊമാറ്റിക് ഇൻസിഡൻ്റ് ആണ് നടന്ന കാര്യം ഒരു ബസ്സിൽ വെച്ച്. എന്നിട്ടും ആൾ ഇറങ്ങിക്കഴിഞ്ഞൊരു 1 വീക്ക് ലേറ്റർ എങ്ങാണ്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ ഉണ്ടായിരുന്ന ബസ്സിലെ കണ്ടക്ടർ എനിക്കൊരു ദിവസം മെസ്സേജ് അയച്ചു, ഇയാൾ പോയി കണ്ടക്ടറോട് പോയി സംസാരിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്നെങ്ങാണ്ട് ചോദിച്ചിട്ട് ആ ചേട്ടനോട് മെസ്സേജ് പോയി സംസാരിച്ചു, ഏതോ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടെന്ന് പറഞ്ഞു. സോ അത്രയും വാട്ട് ഡു ഐ സേ, എനിക്ക് അതിനൊരു വാക്ക് പറയാൻ പറ്റുന്നില്ല. ബട്ട് ഐ ന്യൂ ഒരു ദിവസം അവനെ റെഡ് ഹാൻഡഡ് ഈ ഒരു ആക്ടിൽ പിടിക്കപ്പെടുമെന്നും ആൻഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ഹാഫ് ജസ്റ്റിസ് എന്നും എനിക്കറിയായിരുന്നു. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്, ബട്ട് എനിവേ. അതെ, പക്ഷെ ഇപ്പോഴും ഹാഫ് ജസ്റ്റിസ് എന്നാണ് നന്ദിത പറയുന്നത് അല്ലേ? യെസ്, ഉറപ്പായും. Because justice delayed is justice denied. It has been delayed for 2 years. I was not assaulted for 1 day. ഒരു 6 മിനിറ്റ് എന്നാണ് പറയുന്നത് പലവരും. ആ ഒരു സമയത്തെ സവാദ് എൻ്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നു, 6 മിനിറ്റ് എന്നാണ് പറയുന്നത്. ഈ 6 മിനിറ്റ് അല്ല ഞാൻ അനുഭവിച്ചത്. ഞാൻ അനുഭവിക്കുന്ന അസോൾട്ട് ഇസ് സൈബർ റേപ്പ് എവറി ഡേ ഫോർ ദ പാസ്റ്റ് 2 years in 1 month. ശരി, ഞാൻ നന്ദിതയിലേക്ക് എത്താം. ശ്രീ അജിത് വട്ടിയൂർക്കാവ്, അന്ന് 2023 പരാതി നൽകിയ നന്ദിതയാണ് ഇപ്പോൾ സംസാരിച്ചത്. നന്ദിത പരാതി നൽകി, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. കർശനമായ ഉപാധികളോടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം താങ്കളുടെ നേതൃത്വത്തിലുള്ള സംഘടന, താങ്കൾ ഉൾപ്പെടെയുള്ളവർ
പൂമാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു. അതിന് ദൃശ്യം നമുക്കൊന്ന് കണ്ടുവരാം. ശ്രീ അജിത് വട്ടിയൂർക്കാവ്, ഇപ്പോഴെന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയനാണ്. ഈ ഇപ്പോഴത്തെ യഥാർത്ഥം പറഞ്ഞാൽ 14-ാം തീയതി നടന്ന സംഭവം. ഇപ്പോൾ നമ്മൾ ന്യൂസിലെല്ലാം കാണുന്ന 14-ാം തീയതി, ഇന്ന് 21-ആയി. അതെ, ഇത്രയും ദിവസം ഈ കേസിനെ പറ്റി നമ്മൾ പുറം ലോകത്ത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇത്രയും ദിവസം എന്തുകൊണ്ട്, ഇനി പരാതിക്കാരി ആരാണെന്ന് നമുക്ക് ഇതേവരെ അറിയില്ല. അന്ന് ഇതാ ഇപ്പോൾ ആദ്യത്തെ ഇഷ്യൂ നടന്ന പെൺകുട്ടി നന്ദിത ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നന്ദിത അന്ന് വന്ന് പറഞ്ഞ ബോഡി ലാംഗ്വേജ് ഇതല്ലായിരുന്നു, അതാദ്യം മനസ്സിലാക്കണം. അന്ന് പറയുകയും അന്ന് ഈ കുട്ടിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ദിവസം ഏത് ആരോപണം ഉന്നയിച്ചാലും അതിനെക്കുറിച്ചൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അതിലോട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ സംഘടന ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, പ്രത്യേകിച്ച് ഇത്രയും ഒരു ഇഷ്യൂ നടന്ന ഒരു പെൺകുട്ടി വന്ന് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ID വെച്ചിട്ട് വേറൊരു ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ആക്ഷൻ ഒരിക്കലും കാണിക്കാൻ പാടില്ല, ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തൊരു കേസാണ്. ആക്ഷനൊക്കെ കാണിച്ച് വളരെ ഹാപ്പി ആയിട്ട് വന്നിരുന്നാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നി. അങ്ങനെ അത് അന്വേഷിച്ചിട്ട് അപ്പോൾ ഇവൻ്റെ ഭാഗത്ത്, സവാദിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ആ കേസിൽ ഇടപെട്ടതും. അതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിരുന്നു. ബാക്കി കാര്യങ്ങൾ മറ്റുള്ള അന്വേഷിക്കേണ്ട അയാളുടെ ജീവിത പശ്ചാത്തലം അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ പരിസരം നാട്ടിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ എല്ലാം അന്വേഷണവും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതും പൂമാലയിട്ട് സ്വീകരിച്ചതും എല്ലാം. പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ സംഭവം അന്ന് നമ്മുടെ ആദ്യത്തെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ഞങ്ങൾ പൂമാലയിട്ട് ഇറങ്ങി പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എത്ര വർഷം കഴിഞ്ഞാലും ഇവനെ ഞങ്ങൾ പൂട്ടും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ ഇനി ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തെ പൂട്ടുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഇതിന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെ ഉണ്ട്? ഇനി ഈ ബസ്സിൽ വെച്ച് ഇപ്പൊ നടന്ന മലപ്പുറം ബസ്സിൽ വെച്ച് നടന്നിട്ടുള്ള കേസ് ജെന്യൂൻ കേസാണെങ്കിൽ ആരാണെന്ന് നമുക്കറിയില്ല. ഏത് പെൺകുട്ടിയാണ്, അവൾക്ക് പീഡനം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സവാദ് പ്രതിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ശിക്ഷിക്കണം. അതിന് ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് പൂമാല ഇടുവാനോ അദ്ദേഹത്തിന് അല്ല, ഇതിപ്പോ പോലീസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ഇതിൽ കോടതി ഇടപെടുകയും ഇതിനു മുൻപ് കർശന ഉപാധികളോടെ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ട ഒരാളാണ്. അവിടെയും നിങ്ങൾ അയാൾ നിഷ്കളങ്കനാണെന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ ആരിലാണ് വിശ്വാസം അർപ്പിക്കുന്നത് ശ്രീ അജിത് വട്ടിയൂർക്കാവ്? ഇപ്പൊ ഇവിടെ താങ്കൾ പറയുന്നത് ഈ പെൺകുട്ടി ആരാണെന്ന് അറിയില്ല എന്നതാണ്. ആദ്യ കേസിൽ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു, അപ്പൊ പെൺകുട്ടി ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ളതായി പ്രശ്നം. ഇവിടെ പെൺകുട്ടി ആരെന്ന് അറിയില്ല. ഇനി ഇത്രയും ദിവസത്തിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നതെന്നുള്ളതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. ഇത് 14-ാം തീയതി തന്നെ ആ പെൺകുട്ടി പരാതി നൽകിയതാണ്. ആ ദിവസം അയാളെ പിടികൂടാൻ ശ്രമിച്ചു, പക്ഷേ അയാൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് പോലീസ് പിന്തുടർന്ന് ഇയാൾ പിടിയിലായത് ഇന്നലെയാണ് എന്നുള്ളതാണ് ഈ വാർത്ത ഇന്നലെ പുറത്തു വരുന്നത്. അജിത് വട്ടിയൂർക്കാവ്, അല്ല, അപ്പൊ പിന്നെ അവിടെ എന്താണ് താങ്കളുടെ പ്രശ്നം? താങ്കളുടെ പ്രശ്നം എന്താണ് ഇവിടെ ഈ പെൺകുട്ടി ആരാണെന്ന് ഇനി അറിയില്ല, അതാണോ താങ്കളുടെ പ്രശ്നം? അതല്ല പ്രശ്നം അതല്ല. ഈ കേസ് ഇപ്പൊ ഏതൊരു ഞാൻ പറഞ്ഞോട്ടെ, ഏതൊരു പെൺകുട്ടി എനിക്കെതിരെ ഒരു സ്ത്രീക്ക് ഒരു ആരോപണം എനിക്കെതിരെ വേണമെങ്കിൽ ഉന്നയിച്ചാലും അവർ പോലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു FIR ഇട്ട് റിമാൻഡ് ചെയ്യുക തന്നെ ചെയ്യും. അത് നടപടിയാണ്. അല്ലാതെ അയാൾ പ്രതിയായതിനു ശേഷമല്ല ഇദ്ദേഹത്തെ അന്വേഷിച്ചത് അയാൾ പ്രതിയാണ്. കോടതി കണ്ടെത്തുമ്പോഴാണ് അദ്ദേഹം പ്രതിയാവുന്നത്. ഇപ്പോ ആരോപണ വിധേയൻ, അത്രയും മാത്രം പറഞ്ഞാൽ അല്ലാതെ അയാളെ വിക്ടമും എന്നെ അബ്യൂസറുമാക്കി മാറ്റിയത് മിസ്റ്റർ അജിത് വട്ടിയൂർക്കാവ്, നിങ്ങൾ അത് ചെയ്തത് കോടതി തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണോ? ആ പൂമാലയിട്ട് സ്വീകരിച്ചത് കോടതി തീരുമാനിച്ചിട്ടാണോ?
നിങ്ങൾ പറഞ്ഞു കുറച്ചു നേരം മുന്നേ എന്റെ ഞാൻ ചോദിക്കട്ടെ, ബോഡി ഇത് ലാംഗ്വേജ് കോടതിയിലിരിക്കുന്ന എന്റെ കേസാണ്. ബോഡി ഞാൻ പറയാം, ലാംഗ്വേജ് ഇത് ഇപ്പോഴും അപ്പോഴും വ്യത്യാസമുണ്ടായിരുന്നു എന്ന്. അന്ന് ഐ വാസ് എ ഗേൾ ഹു വാസ് അസോൾട്ടഡ് ഇൻ എ മൂവിംഗ് ബസ് ഫോർ ഒരു 6 minutes എവറി ഡേ ഇൻ ദ ന്യൂസ് കാണുന്നതാണ് സെക്ഷുവൽ അസോൾട്ടുകൾ, സെക്ഷുവൽ അബ്യൂസുകൾ. എനിക്കത് വളരെ കോമൺ ആയി പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ദി അസോൾട്ട് വാസ് കോമൺ ബിക്കോസ് റൈറ്റ് നൗ അത് കോമൺ ആണ്. ഈ ലോകത്ത് ഈ ഒരു സമയത്ത് അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അസോൾട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് 2 വർഷമായി നിരന്തരം എല്ലാ ദിവസവും സൈബർ അബ്യൂസ് ചെയ്യപ്പെട്ട വെർബലി റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. വെർബലി റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിട്ട്. അന്നുണ്ടായിരുന്ന എന്റെ ബോഡി ലാംഗ്വേജ് അല്ല ഇന്നുണ്ടാവുക. ഈ റേപ്പ് എന്ന് പറയുന്ന റേപ്പിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? വെർബലി റേപ്പ്, റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്തെന്നല്ല, വെർബലി റേപ്ഡ് എന്നാ പറയുന്നത്, അല്ലാതെ റേപ്പ് ചെയ്തെന്നല്ലോ. വെർബലി റേപ്പ് എന്നുള്ളതിന്റെ അർത്ഥം ആദ്യം നോക്കൂ. റേപ്പിന്റെ അർത്ഥം മാത്രം അറിഞ്ഞിരുന്നാ പോരെ ജീവിതത്തില്. വെർബലി റേപ്പ്, സൈബറിൽ ആക്രമണം അത്രയധികം അനുഭവിച്ച പെൺകുട്ടിയാണ് ഈ ബസ്സിൽ. ശ്രീ അജിത്ത് ഒന്ന് ശ്രദ്ധിക്കൂ, ബസ്സിൽ ആ കുട്ടി നേരിട്ടത് ഏറ്റവും മോശം അനുഭവമാണ്. അത് ആ പെൺകുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ബസ്സിൽ അതിന് ദൃക്സാക്ഷികളുണ്ട്, കൂടാതെ വീഡിയോ ആ കുട്ടി പുറത്തുവിടുകയും ചെയ്തതാണ്. അതിനുശേഷം ഈ കാര്യം തുറന്നു പറയുന്നു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടി അനുഭവിച്ചത് എന്താണ് എന്നതാണിപ്പോൾ വെർബൽ റേപ്പ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഈ പെൺകുട്ടി ആ ബസ്സിൽ വെച്ച് ചിത്രീകരിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ. ആ വീഡിയോയിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഉണ്ടായില്ല? അതും കൂടി ഒന്ന് പറയണ്ടേ? അത് മാത്രമല്ല, അദ്ദേഹം എന്നോട് സംസാരിച്ചത് അന്ന് എന്നോട് പറഞ്ഞോട്ടെ ഞാൻ ഒരു അസോൾട്ട് എന്റെ അടുത്തിരുന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല രാവിലെ ഓർക്കപ്പിച്ചയിൽ എണീറ്റ് ബസ്സിൽ കയറി ഇരുന്ന് വർക്കിന് പോകുന്ന എന്റെ സൈഡിൽ ഒരാൾ ഇരുന്ന് ഇത് കാണിക്കുമെന്ന്. ഇത് കാണിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ ഫ്രീസ് ആണ് ആയിപ്പോയത്. ഞാൻ 2 വട്ടം ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കണമെന്ന് ഞാൻ കാണുന്നത് സത്യമാണോ, ഇയാൾ ഇത് തന്നെയാണോ ചെയ്യുന്നതെന്ന് ഞാൻ വീണ്ടും ഉറപ്പ് വരുത്തി. എന്നിട്ട് ഞാൻ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുമായിരുന്നില്ല, കറക്റ്റ് ആംഗിൾ പിടിച്ച് വീഡിയോ എടുക്കാനായിട്ട്. എന്റെ അപ്പത്തെ ഉദ്ദേശം അയാളെ എന്റെ അടുത്തുനിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്റെ ഫ്രണ്ട്സ് കാരണമാണ്. അങ്ങനെ പറയരുത്. നല്ലൊരു വീഡിയോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. വീഡിയോ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, സവാദ് എന്നോട് സംസാരിച്ച അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഫുട്ബോളിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് അദ്ദേഹം സംസാരിച്ചതില്ല, ഫുട്ബോൾ ബസ്സിന് പുറത്തിറങ്ങുന്നതില്ല. അത് കഴിഞ്ഞതിന് ശേഷം ബസ്സിന്റെ മുൻപിൽ കൂടി ഓടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ അല്ലേ? അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത വീഡിയോ വരുന്നത്? അത് മാത്രമല്ല, പിന്നെ ഇതിനൊക്കെ ദൃക്സാക്ഷികളില്ലേ അജിത്ത് വട്ടിയൂർക്കാവ്? ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട്, ആ ബസ്സിലെ ഡ്രൈവറുണ്ട്, കണ്ടക്ടറുണ്ട്, അവരെല്ലാം ഒപ്പം നിൽക്കുകയാണ്. ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്നൊക്കെ താങ്കൾ പറയുന്നു. എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം താങ്കളുടെ സംഘടന ഇയാളെ പൂമാലയിട്ട് പോയി സ്വീകരിച്ച സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ എന്തും പറയും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, താങ്കളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി തന്നെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ രാഹുൽ ഈശ്വർ പറയൂ, താങ്കൾ കുറേ സമയമായി കൈ ഉയർത്തുന്നുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, സവാദ് കുറ്റക്കാരനാണെങ്കിൽ അതിശക്തമായ നടപടി തന്നെ നേരിടണം. കാര്യം റിപ്പീറ്റ് അക്യൂസ്ഡ് ആണ്. റിപ്പീറ്റ് ഒഫൻഡർ എന്ന് ഞാൻ പറയുന്നില്ല. റിപ്പീറ്റ്, ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ റിപ്പീറ്റ് അക്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ശക്തമായ നടപടികൾ നേരിടണം. നന്ദിതയുടെ കേസിൽ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ 2 വശത്തെ ആംഗിളുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നന്ദിതയോട് യോജിപ്പാണ്. നന്ദിത അടക്കമുള്ള പല സ്ത്രീകൾക്കുമെതിരെ നമ്മുടെ സൈബർ മേഖലകളിൽ പേരില്ലാത്ത ഐഡികളിൽ, മുഖമില്ലാത്ത ഐഡികളിൽ നിന്ന് പറഞ്ഞാൽ അറപ്പുളവാകുന്ന, കേട്ടാൽ അറപ്പുളവാകുന്ന പല കമന്റ്സും വരുന്നുണ്ട്. അതുകൊണ്ട് നന്ദിതയോട് ആ കാര്യത്തിൽ ഐക്യദാർഢ്യമാണ്. നന്ദിതയുടെ കേസിന്റെ മെറിറ്റ്സ് എനിക്കറിയില്ല. കോടതിയാണ് ഫൈനലി തീരുമാനിക്കേണ്ടത്. കോടതി അതിലെ മെറിറ്റ് തീരുമാനിച്ചോട്ടെ, ശ്രീ അജിത്ത് പറയുന്നത് പോലെ. പക്ഷെ നന്ദിതയ്ക്ക് കേൾക്കേണ്ടി വരുന്ന സൈബർ അബ്യൂസ്, നന്ദിത വെർബൽ റേപ്പ് എന്ന് വിളിക്കുന്ന, വെർബൽ റേപ്പ് എന്ന വാക്ക് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ നന്ദിതയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ ആ ഫീലിങ്ങിനൊപ്പം നിൽക്കേണ്ട ഒരു എന്താ പറയുക യാഥാർത്ഥ്യം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്ദിതയോടൊപ്പം നിന്ന് ആ നന്ദിതയുടെ വേദനയും വിഷമത്തെയും ധാർമ്മിക രോഷത്തെയും അതോടൊപ്പം തന്നെ താങ്കൾ ഈ പറയുന്ന സവാദിനൊപ്പവും നിൽക്കും അല്ലേ?
സവാദിനൊപ്പം ആരും നിൽക്കുകയല്ല. കോടതിയുടെ വിധി വരട്ടെ. അങ്ങനല്ലേ ഈ നാട്ടിലെ കേസുകൾ നമുക്ക് എടുക്കാൻ കഴിയൂ. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അനുജ മാഡം അവിടെ ഉണ്ടായിരുന്നില്ല, നന്ദിത അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ നന്ദിത എവിടെ ഉണ്ടായിരുന്ന സമയത്ത് നന്ദിത നേരിട്ട കാര്യത്തെ കുറിച്ചാണല്ലോ നന്ദിത ഈ പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദിത തന്നെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഞാൻ ഈ 14ാമത്തെ കേസിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ നന്ദിത ഇല്ലായിരുന്നല്ലോ. നന്ദിതയുടെ കേസിൽ മെറിറ്റ് കോടതി തീരുമാനിച്ചോട്ടെ. ഞാൻ 2 ആംഗിളുകൾ കേട്ടു. കർശനമായ ഉപാധികളോടെ അന്ന് പറഞ്ഞു വിട്ടതാണ് ഇയാളെ. അതായത് അതെ, എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നൊക്കെ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിലിപ്പോ വലിയ ഉറപ്പില്ല. പക്ഷേ വലിയ 50,000 രൂപയുടെ ബോണ്ട്, കൂടാതെ 2 ആൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അത് പിന്നീട് അല്ല അതെ, അതുകൊണ്ട് ആ കേസ് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് യോജിപ്പുണ്ടാകണം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന 4 പേർക്കും അല്ലെങ്കിൽ മാഡം കൂടെ കൂട്ടി 5 പേർക്ക് നന്ദിത നേരിടേണ്ടി വരുന്നു എന്ന് നന്ദിത സൂചിപ്പിക്കുന്ന സൈബർ ബുള്ളിങ് അത് സത്യമാണ്. ഞാൻ 1-2 കമന്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കമന്റുകൾ പറയുന്നതിൽ അത്ര മോശമായതുകൊണ്ട് കാര്യം ആ വിക്ടിം ബ്ലെയിമിംഗ് എന്നോ അല്ലെങ്കിൽ കംപ്ലൈന്റന്റ് ബ്ലെയിമിംഗ് എന്നോ ഗേൾ ബ്ലെയിമിംഗ് എന്നോ പറയുന്ന കാര്യം നമ്മൾ ചെയ്യരുത്. അതിൽ നന്ദിതയോടൊപ്പമാണ്. വി ഷുഡ് ഓൾ എക്സ്പ്രസ് സോറി ടു നന്ദിത. നന്ദിതയെ പോലെ ഏതെങ്കിലും പെൺകുട്ടി അങ്ങനെ കേൾക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷൻ ഇത് കേൾക്കേണ്ടി വരുന്നെങ്കിൽ അത് വളരെ മോശമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിങ് മാത്രമല്ല നമ്മളുടെ വിഷയം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളും ഈ മെൻസ് അസോസിയേഷന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? തീർച്ചയായിട്ടും എല്ലാം പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നതാണ്. പക്ഷേ അതെ, അപ്പൊ ഇവിടെ താങ്കൾ ഏത് പക്ഷത്താണ് രാഹുൽ ഈശ്വർ? ഇവിടെ താങ്കൾ സവാദിനൊപ്പമാണോ? അല്ല, സത്യത്തിന്റെ പക്ഷമൊക്കെ അവിടെ നിൽക്കട്ടെ. സവാദിന് പൂമാലയിട്ട് സവാദിനെ സ്വീകരിക്കുന്നതിനൊപ്പമാണോ താങ്കൾ? 2 കാര്യമാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ പൂമാല ഇടാൻ പോകുമ്പോഴും ഞാൻ പറയുകയുണ്ടായി, എനിക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിപരമായ സുഹൃത്തു കൂടെയാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പോയിട്ട് വന്നതല്ല. അതുകൊണ്ട് പൂമാല ഇടേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ അന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർജിയോടും പേഴ്സണലി പറയുകയുണ്ടായി. അദ്ദേഹം അന്നത്തെ വിഷയം ഹണി റോസിന്റെ വിഷയമാണ്, അതിൽ അപ്പോളജൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിൽ ഒന്നെങ്കിൽ സവാദ് അല്ലെങ്കിൽ പെൺകുട്ടി എന്നുള്ളതല്ല, ഇതിലെ സത്യം എന്താണ്, വസ്തുത എന്താണ്, തെളിവെന്താണ് കേട്ടിട്ട് വളരെ ശക്തമായ കംപ്ലൈന്റ് ആണെന്നാണ് തോന്നുന്നത്. പ്രൈമാ ഫേസി കോടതിയും അങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പ്രൈമാ ഫേസി സ്ട്രോങ് കേസ് ആണെന്ന് തോന്നുന്നു. കോടതിയിൽ ഇനി ഇതിന്റെ ട്രയൽ വരും. തീർച്ചയായിട്ടും സവാദ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രീ അജിത്ത് പറഞ്ഞ പോലെ അതിശക്തമായ നടപടി ഉണ്ടാകണം. അവിടെ സവാദിനോടൊപ്പം ആരും നിൽക്കരുത്, പുരുഷനോ സ്ത്രീയോ നിൽക്കരുത്. നാളെ സവാദ് നിരപരാധിയാണെന്ന് കണ്ടാൽ സവാദിനൊപ്പം നിൽക്കണം. അപ്പൊ നമ്മൾ എടുത്തു ചാടി ഒരു നിലപാടെടുക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട കോടതി എന്ത് നിലപാടെടുക്കും നോക്കണം. അതോടൊപ്പം നന്ദിത നേരത്തെ പറഞ്ഞ വേറൊരു സീരിയസ് ഇഷ്യൂ ഉണ്ട്, അതാണ് സൈബർ ബുള്ളിങ്. ഇതിന്റെ സത്യമോ കള്ളമോ തിരിച്ചറിയുന്നതിന് മുമ്പ് പെൺകുട്ടി അവൾ മോശമാണെന്ന് പറയുന്ന സ്ലട്ട് ഷെയ്മിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് അതെനിക്ക് തോന്നുന്നില്ല. അതിന് 2 പക്ഷമില്ല. അതിന് കോടതിയുടെ വിധിയുടെ സാവകാശമൊന്നും വേണ്ട. ആ രീതിയിൽ പെൺകുട്ടികളെ മോശം പറയുകയും അവളുടെ പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം എന്ന് പറയുകയും എന്ന് പറയുന്ന ആരോപണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ഈ സവാദ് എന്ന് പറയുന്ന ആൾ തന്നെ പിന്നീട് ഇത്തരം വീഡിയോ വന്ന് പറഞ്ഞത് താങ്കൾ കണ്ടതല്ലേ? അല്ല, സവാദിന്റെ ഡിഫൻസിൽ പറയാം. പക്ഷെ ഇതാണ് അതുപോലല്ല പറയുന്നത്. അതായത് ഇതിലൊന്നുമില്ലാത്ത ചില പുരുഷന്മാർ സ്ത്രീകളോടുള്ള വിരോധമോ സ്ത്രീകളോടുള്ള മെയിൽ ഷോവിനിസമോ കാരണം അവരെ ലൈംഗിക ഉപകരണങ്ങളായി കണ്ടുകൊണ്ട് അവർക്കെതിരെ മോശം കമന്റുകൾ പറയുന്നു. അവിടെയാണ് ഈ വെർബൽ റേപ്പിംഗ് എന്നോ സൈബർ ബുള്ളിങ് എന്നോ സ്ലട്ട് ഷെയ്മിംഗ് എന്നോ വ്യത്യസ്ത വാക്കുകളിൽ പറയുന്നത്. അതിൽ നന്ദിത ഉപയോഗിക്കുന്നത് വെർബൽ റേപ്പ് എന്നായിരിക്കും, ഞാൻ ഉപയോഗിക്കുന്ന സൈബർ ബുള്ളിങ് എന്നായിരിക്കും. 2 വാക്കാണെങ്കിലും കുഴപ്പമില്ല. നന്ദിതയ്ക്ക് അത്രയും സ്ട്രോങ് ആയ വേദനയും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദിതയോടൊപ്പം. I was not cyberbullying. Cyberbullying was ഒരു മേബി ഒരു 2 മാസം 3 മാസം വരെയായിരുന്നു സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ് അല്ലായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് സൈബർ ബുള്ളിങ് അല്ല അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആണ് അത് വളരെ സ്ട്രോങ് ആയ വാക്കാണ്. സ്ട്രോങ് ആയ വാക്കിന്റെ അർത്ഥം വളരെ നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ടല്ല, അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ അതേ വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ റിപ്പീറ്റഡ്ലി അതേ വാക്ക് തന്നെ ഉപയോഗിക്കും. മിസ്റ്റർ രാഹുൽ ഈശ്വർ, ആസ് ഐ നോ, നിങ്ങൾ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ അംഗമാണ്. ഞാൻ ഇന്നലെ ഈ ന്യൂസ് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഐ ഹാവ് ബിൻ കണ്ടിന്യൂസ്ലി ചെക്കിംഗ് ദ കമന്റ്സ് ആൻഡ് എവറിത്തിങ് ബിനീത്ത് എല്ലാ പോസ്റ്റുകളുടെയും അടിയിലുള്ള കമന്റ്സ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കമന്റ് ആണ്, മാല ഇടൽ കണ്ടതോടുകൂടെ കേസ് എന്റെ എതിരാണ്, അവൻ വിക്ടിമാണ് എന്ന് തെളിഞ്ഞതുപോലെ ആയി പബ്ലിക്കിനെന്ന്. സോ ഡു യു നോട്ട് തിങ്ക് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണ് ഈ സൈബർ ബുള്ളിയിങ്ങിനെ, നിങ്ങൾ പറയുന്ന വാക്ക് സൈബർ ബുള്ളിയിങ്ങിനെ എനേബിൾ ചെയ്തതെന്ന്? ഞാൻ എന്നൊരു വിക്ടിം ഇല്ല സമയത്ത് കോടതി അത് പ്രൂവ് പോലും ചെയ്യാണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാല ഇട്ടു. ഇസ് ദാറ്റ് നോട്ട് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ ഹാവ് ബിൻ കണ്ടിന്യൂസ്ലി ടോണ്ടഡ് ഫോർ ദ പാസ്റ്റ് 2 years? അതെ, അതിന് നിങ്ങൾ ഉത്തരവാദികളല്ലേ എന്നതാണ് ചോദ്യം.
നന്ദിതയോട് എഗ്രി ചെയ്തുകൊണ്ട് തന്നെ ഒരു പോയിന്റ് എല്ലാവർക്കുമായി പറയണം, ആരെയും വ്യക്തിപരമായി വേദിപ്പിക്കാനല്ല. നമ്മൾ പടക്കം പൊട്ടിക്കാനും പൂമാല ഇടാനും കോടതി വിധിക്ക് മുമ്പ് പോകാതിരിക്കുന്നതാണ് ഉചിതം. ഒരുപക്ഷെ അനുജ മാഡത്തിന് അറിയായിരിക്കും, അങ്ങനത്തെ പരിപാടികളിൽ ഞാൻ പോകാറില്ല. കാര്യം നമുക്ക് അറിയില്ലല്ലോ എന്താ സത്യമെന്ന് അറിയില്ല. അല്ല, എന്താണ് സത്യമെന്ന് ഒരാൾ അനുഭവിച്ച ഒരു സത്യം എന്താണെന്ന് അറിയില്ല എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ കോടതി എന്ന് പറയുന്നത് തീർച്ചയായും താങ്കൾ പറയുന്നതിന്റെ സാങ്കേതിക വശം എനിക്ക് മനസ്സിലാകുന്നുണ്ട് രാഹുൽ ഈശ്വർ. പക്ഷേ രാഹുൽ ഈശ്വർ എനിക്ക് താങ്കൾ പറയുന്നതിന്റെ സാങ്കേതിക വശം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ സത്യം എന്താണ് എന്ന് പറയുമ്പോൾ ഇത് അനുഭവിച്ച ഒരു പെൺകുട്ടി, ഇയാൾ ആരാണ്? ഇയാളെ കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കി അല്ലെങ്കിൽ കള്ളക്കഥ മെനഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഒക്കെ ഒരു പരാതി കൊടുക്കാൻ ഇയാൾ ആരാണ്? ഇനി നിങ്ങൾ അങ്ങനെ ഒരു പരാതി ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഹണി ട്രാപ്പ് ആണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നമ്മളത് മുഖവിലേക്ക് എടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇയാൾ ആരാണ്? ഈ സവാദ് ആരാണ്? മനസ്സിലായി. നന്ദിതയോട് വളരെ താഴ്മയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല. ഒരു കാര്യം ഞാൻ നന്ദിതയോട് വളരെ താഴ്മയോട് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് കൂടെ മനസ്സിലാക്കാനാണ്. ഞങ്ങൾ ഇടപെടുന്ന ഒരുപാട് പുരുഷന്മാർ കള്ളക്കേസിൽ 50 100 ദിവസവും കിടക്കാറുണ്ട്. സമാധിന്റെ കാര്യം പറയുന്നത് അത് കോടതി തീരുമാനിക്കട്ടെ. ഞാൻ ഒരു വരി തീർത്തോട്ടെ. അപ്പോ പലപ്പോഴും നമ്മുടെ ഈ മെൻസ് അസോസിയേഷനുള്ള സുഹൃത്തുക്കൾ അടക്കം അവരുടെ ജീവിതത്തിൽ ഇതിലുള്ള 99% ആൾക്കാരും ഏതെങ്കിലും കള്ളക്കേസിൽ പെട്ടുപോയരാ. അപ്പൊ അവരുടെ മനസ്സിൽ പെട്ടെന്ന് അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദനയും തങ്ങൾ അനുഭവിച്ച ദുരന്തവും മറ്റൊരാളിലേക്ക് അവർ കാണുകയാണ്, മറ്റൊരാളിലേക്ക് അവർ പ്രൊജക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പടക്കം പൊട്ടിക്കലും പൂമാലയും ഒക്കെ വരുന്നത്. അതായത് ഞങ്ങളോ 50 100 ദിവസം മനസ്സിലാക്കണം. ഈ 2023 ഞാനൊരു പബ്ലിക് ഫിഗർ ആയിരുന്നു. ഞാൻ 2 മൂവീസിൽ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഹണി ട്രാപ്പ് ചെയ്യണമായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് എയിംഡ് ഫോർ ബെറ്റർ. സവാദ് ഇസ് ബേസിക്കലി എ നോബഡി. ബേസിക്കലി എന്നല്ല, ഹി ഇസ് എ നോബഡി. ഹി ഇസ് നോട്ട് എ വെൽ നോൺ പേഴ്സൺ. ഒരു രീതിയിലും ആൾക്കാർക്ക് ഒരു രീതിയിലും അറിയാത്ത അയാളെ ഹണി ട്രാപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ഉപയോഗമാണ് കിട്ടുക? I was an already prominent figure. I was already people knew me. I was not as well known or anything as you are, but still people did know me. But Sawad was a nobody. What did I gain? Honey trap il ninnu njan endu gain cheydu? യഥാർത്ഥത്തിൽ ഈ വിഷയം നടന്ന സമയത്ത് ഞാൻ അന്ന് എന്തോ 1-2 സുഹൃത്തുക്കളോട് നന്ദിതയുടെ നമ്പർ എടുത്ത് നന്ദിതയെ പേഴ്സണലി കണക്ട് ചെയ്യാന്ന് വിചാരിച്ച. പിന്നെ എങ്ങനെ എടുക്കും, അത് തെറ്റിദ്ധരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ എനിക്കുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ കേസിന്റെ മെറിറ്റ് എനിക്കറിയില്ല, വിജയിക്കട്ടെ, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു കൺസെൻസസ് ഉണ്ടാകണം. നന്ദിത നേരിട്ടിട്ടുണ്ട് സൈബർ അബ്യൂസ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാര്യം നമ്മളെല്ലാം അങ്ങനത്തെ കമന്റുകൾ കണ്ടിട്ടുണ്ട്. നന്ദിത നേരിട്ടത് രാഹുൽ ഈശ്വർ അത് മാത്രം എടുത്തു പറയുകയാണ്. സൈബർ അബ്യൂസ് മാത്രമാണോ നന്ദിത നേരിട്ടത്? അല്ല, നന്ദിതയെ നമുക്കല്ല, സൈബർ അബ്യൂസിന് മുൻപ് നന്ദിത നേരിട്ട ഒരു കാര്യമുണ്ടല്ലോ. ഇല്ലെന്ന് പറയുന്നില്ല. ഒരു സെക്കൻഡ് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാം. ഞാനൊരു നിയമ വിദ്യാർത്ഥി കൂടിയാണ്. അതില് കോടതിയുടെ വിധി വന്നാലല്ലേ നമുക്കൊക്കെ ഒരു നിലപാടെടുക്കാൻ പറ്റൂ. ഇപ്പൊ വീണ്ടും സവാദ് അറസ്റ്റിലായി. ഇപ്പൊ നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നൽ എന്താ? അപ്പൊ ശരിയായിരിക്കും നന്ദിത പറഞ്ഞത്. ഇങ്ങനെ ഒരു ധാരണയിലല്ലേ ഉള്ളൂ, നമ്മൾ നേരിട്ടറിയുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്ദിത ഒറ്റ വരി കൂടെ എടുക്കാം. നന്ദിത നേരിട്ട അട്രോസിറ്റി അല്ലെങ്കിൽ അതിന്റെ അലിഗേഷൻ അത് കോടതി തീരുമാനിക്കട്ടെ. 2, നമുക്കെല്ലാം ഉറപ്പാവേണ്ടത് നന്ദിത നേരിട്ട സൈബർ അബ്യൂസോ വെർബൽ റേപ്പോ ഉണ്ട്. പക്ഷേ കോടതി തീരുമാനിക്കാതെ നിങ്ങൾ മറുപക്ഷത്ത് നിൽക്കുന്നയാൾക്ക് പൂമാല ഇടും. അവിടെ കോടതി തീരുമാനിക്കണ്ട, ഇവിടെ പക്ഷെ കോടതി തീരുമാനിക്കണം. ഇത് വലിയ വൈരുദ്ധ്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിൽ ശ്രീ ഗോകുൽ ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ പറയുന്ന വാദം താങ്കൾ കേട്ടല്ലോ. താങ്കൾ അന്ന് മുതൽ തന്നെ ഈ നന്ദിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളാണ്. താങ്കളുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. കോടതി പറയാതെ എങ്ങനെയാണ് ബോധ്യപ്പെടുക നന്ദിത പറയുന്ന കാര്യം? അല്ലെങ്കിൽ ഇപ്പോൾ പേരറിയാത്ത മുഖമറിയാത്ത ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ട് എന്നുള്ള കേട്ടുകേൾവിയാണല്ലോ, ഈ ചാനലിലൊക്കെ വരുന്ന വാർത്തയാണ്. കോടതി പറയാതെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആദ്യം ഇവർ പറഞ്ഞ ഓരോ പോയിന്റായിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിൽ ഈ സവാദ് എന്ന് പറയുന്ന പുള്ളി മൾട്ടിപ്പിൾ ഒഫൻസ്, അതിപ്പോൾ നന്ദിതയുടെ കേസായാലും ഇപ്പോൾ നടന്ന കേസായാലും ഇതല്ലാതെ തന്നെ ഇയാളിൽ നിന്ന് സമാനമായിട്ടുള്ള എക്സ്പീരിയൻസ് നേരിട്ട പെൺകുട്ടികളെക്കുറിച്ച് നന്ദിത തന്നെ ഒരിക്കൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ നന്ദിതയ്ക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ പരിചയമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തിന് ഈ സവാദ് എന്ന് പറയുന്ന ആളിൽ നിന്ന് സെയിം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ഒഫൻസ് ഉള്ള ആളെയാണ് നമ്മൾ 2 സൈഡ് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ 2 സൈഡ് നോക്കി വേണം സംസാരിക്കണം എന്നൊക്കെ ഇവർ പറയുന്നത്. ഇതിൽ ഞാൻ സ്ത്രീകൾ കൊടുക്കുന്നതാണെന്നാണല്ലോ പറയുന്നത്. താങ്കളും ഒരു പുരുഷനാണല്ലോ, അപ്പോ സ്ത്രീകൾ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതെങ്ങനെ വിശ്വസിക്കുമെന്നതാണ് ചോദ്യം.
സ്ത്രീകൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്, അതായത് ഒരു പുരുഷനെതിരെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകൾ കൊടുക്കാൻ ശ്രമിക്കുന്നതാണെന്നത് ഇവിടുത്തെ ഒരു പൊതുബോധമാണ്. ഇവിടുത്തെ നമ്മളെ പാട്രിയാർക്കൽ സൊസൈറ്റി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പൊതുബോധമാണ്. അതായത് സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ അതിനിടയിൽ കയറി സംസാരിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾക്ക് മറുപടി തരാം. അപ്പോൾ പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹണി ട്രാപ്പാണ്. അത് സ്ത്രീകൾ മൊത്തം ഹണി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. പുരുഷന്മാരെല്ലാം മാന്യന്മാരാണ്, അവരാരും ഒന്നും ചെയ്യത്തില്ല എന്നാണ് ഇവിടെ ഇരുന്ന് ഇവർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഷ്യൂ നടന്നതിന് ശേഷം ആ പെൺകുട്ടി വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ വലിയ സംഭവമായിട്ട് അത് വീഡിയോ ഇട്ടു. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാഷിംഗ് പോലത്തെ സംഭവം നടന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അതായത് സൊസൈറ്റി, നമ്മുടെ പുരുഷാധിപത്യ സൊസൈറ്റി കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സെക്ഷൽ അബ്യൂസ് നേരിട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ വളരെ സങ്കടത്തോടെ മാത്രമേ അത് സംസാരിക്കാൻ പാടുള്ളൂ. ആ പെൺകുട്ടി ചിരിക്കാൻ പാടില്ല, ആ പെൺകുട്ടി മറ്റുള്ള സന്തോഷമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം സെക്ഷലി അബ്യൂസ് ചെയ്ത പെൺകുട്ടി എപ്പോഴും ദുഃഖിതയായിട്ട് തന്നെ ഇരിക്കണം. ആ ലെവലിലൊരു തോട്ട് പ്രോസസ്സാണ് ഇപ്പോൾ ഈ അജിത് കുമാർ കുറച്ച് മുമ്പ് ഇവിടെ തന്നെ പറഞ്ഞത്. മാത്രവുമല്ല, ഈ സവാദ് എന്ന് പറയുന്ന ആളിനെ മാലയിട്ട് സ്വീകരിക്കുന്നതിലൂടെ ഇവർ എന്ത് തരത്തിലുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ എന്ത് അഡ്വൈസാണ് വളർന്നു വരുന്ന സമൂഹത്തിന് കൊടുക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ മെയിൻലി ആ സമയത്ത് ഇവർ എടുത്തു പറഞ്ഞിരുന്ന 1-2 കാര്യമുണ്ട്. നന്ദിയുടെ വേഷം ശരിയല്ലായിരുന്നു, നന്ദിയുടെ ബസ്സിലിട്ടിരുന്ന വേഷം ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്ത്രീകളുടെ വേഷമാണ്, അതായത് നമ്മൾ സ്ഥിരം വർഷങ്ങളായിട്ട് കേട്ട് വരുന്നൊരു സംഭവമാണ്. എന്തെങ്കിലും റേപ്പ് ഉണ്ടായാലോ സെക്ഷൽ അബ്യൂസോ ഉണ്ടായാൽ സ്ത്രീകളുടെ വേഷത്തെ പിടിച്ചിട്ടുള്ളൂ. അതായത് നന്ദിയുടെ വേഷം ശരിയല്ലായിരുന്നു. അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇയാളെ മാലയിട്ട് സ്വീകരിക്കാൻ പോകുമ്പോൾ ഇവർ സൊസൈറ്റി കൊടുക്കുന്ന അഡ്വൈസ്, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്? സ്ത്രീകളുടെ വേഷമാണ് കാര്യം. ഇങ്ങനെ ഒരു വേഷമിട്ടൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തും ചെയ്യാം, സെക്ഷലി അബ്യൂസ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു അഡ്വൈസാണ് ഇവർ കൊടുക്കുന്നത്. മാത്രമല്ല, ഈ മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ്, ഇപ്പോൾ ഇവിടെയുള്ള ഈ മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റുകളുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് വേണ്ടിയൊന്നുമല്ല അവർ സംസാരിക്കുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം സ്ത്രീകൾക്കെതിരെയുള്ള വെറുപ്പാണ്. ആ വെറുപ്പിൽ നിന്നുണ്ടായിട്ടുള്ള മെൻസ് റൈറ്റ് ആക്ടിവിസം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങുമ്പോൾ അത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായി മാറുന്നു എന്ന് മാത്രമല്ല, ക്രിമിനലുകൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു എന്ന തരത്തിലേക്ക് അത് മാറിപ്പോവുകയാണ്. ദൗർഭാഗ്യകരമല്ലേ അജിത് വട്ടിയൂർക്കാവ്? ഇവിടെ ഒരു ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇവിടെ പല കേസുകളിൽ പെട്ട് ജയിലിലാകുന്നുണ്ട്. ഇവരെ ആരെങ്കിലും ഇറക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ടോ? അവരെ ആരെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി പൂമാല കൊണ്ടുപോകുന്നുണ്ടോ? അല്ല, അങ്ങനെയെങ്കിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷം പോയി പൂമാല ഇടൂ. ഈ ജയിലിൽ നിന്ന് ജാമ്യം നേടി വരുന്ന ഒരാളെ പോയി പൂമാല ഇടുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വരുമ്പോ വർഷങ്ങളാവും. അപ്പൊ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു, ജീവിച്ചിരിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാ ചെയ്തത്. നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ സമാന്തര കോടതിയായി സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നു, നിങ്ങൾ കുറ്റവിമുക്തനാക്കുന്നു, നിങ്ങൾ സ്വീകരണം നൽകുന്നു, അല്ലേ? എനിക്കുൾപ്പെടെയുള്ള പുരുഷന്മാർക്ക് നീതി കിട്ടാതെ വരുന്നത് ഞങ്ങൾ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കും. പോലീസുകാരൻ ഈ പറയുന്ന നന്ദിത പരാതിക്കാരിയാണല്ലോ. ഈ വിഷയത്തിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയത് ഇതൊരു ട്രാപ്പ് ആയിരുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തി, അല്ലേ? സംശയം എന്താ? ഇത് ട്രാപ്പാണെന്ന് കണ്ടെത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇടപെട്ടത്. 2 ദിവസം ഈ പെൺകുട്ടിയുടെ കൂടെ ഞങ്ങൾ പ്രതികരിക്കാനൊന്നും പോയില്ല. നന്ദിത പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ വേറൊന്നിനും പോയിട്ടില്ലല്ലോ. ഈ 2 ദിവസം കഴിഞ്ഞല്ലേ നന്ദിതയ്ക്കെതിരെ ഞങ്ങൾ വീഡിയോ ചെയ്തത്, ലൈവ് ചെയ്യാൻ കാരണം അതല്ലേ? വ്യക്തമായിട്ട് അവിടെ വേറെയും പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് ഇൻഫർമേഷനാണ് താങ്കൾക്ക് കിട്ടിയത്? നമുക്ക് ദോഷം വന്നത് എന്താണ്? ഈ സവാദ് ആരാണ്? താങ്കൾക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരം കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നതാണെന്നും അറിയാം. എന്ന് കരുതി ഇത് ഹണി ട്രാപ്പാണ് എന്ന് താങ്കൾ ഉടനെ പറയുമ്പോൾ അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ഈ സവാദ്? നേരത്തെ നന്ദിത ചോദിച്ചല്ലോ. ഞാൻ എന്നോട് നമുക്ക് ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ പലരും നമ്മളെ വിളിച്ച് കുറെ കാര്യങ്ങൾ പറയും. പ്രത്യേകിച്ച് ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട്. നന്ദിതയുടെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് നന്ദിതയെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, അറിയോ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിൽ നമ്മൾ എല്ലാം വിശ്വസിക്കില്ല.
കാര്യം നന്ദിതയോട് ശത്രുതയുള്ളവർ നമ്മളെ വിളിച്ച് പറയാം, മറ്റുള്ള വേറെ പല ഉദ്ദേശവും വെച്ചിട്ട് പറയും. അപ്പോൾ അവിടെ നിന്ന് നമ്മുടേതായിട്ടുള്ള കുറച്ച് നമ്മൾ ചിന്തിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ നമ്മളതിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കി നന്ദിതയുടെ ഇടപെടലും അപ്പോഴത്തെ രീതിയും എല്ലാം ഈ രീതി ഇടപെടൽ ഇതൊക്കെയാണ് ഇപ്പോ ഗോകുൽ പറഞ്ഞതുപോലെ. അതായത് ഇപ്പൊ ഒരു അട്രോസിറ്റി നേരിട്ട ഒരു പെൺകുട്ടി പിന്നീട് ഇങ്ങനെ ആയിരിക്കാം പെരുമാറേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അല്ല. ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ഹണി ട്രാപ്പേ ഇല്ല എന്നാണ് ഇപ്പോ പറഞ്ഞത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ട്. നമ്മൾ അത്തരം കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. സ്ത്രീകൾ കൊടുക്കുന്ന പരാതികളിൽ ഏറ്റവും കൂടുതൽ വ്യാജ പരാതികളാണ്, ഒരു മാറ്റവുമില്ല. സ്ത്രീകൾ കൊടുക്കുന്ന പരാതികൾ ഏറ്റവും കൂടുതൽ വ്യാജ പരാതി എന്നുള്ളതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. വ്യാജ പരാതികളും ഉണ്ടാകാം, പക്ഷേ ഇതൊക്കെ വ്യാജ പരാതിയാണ്, ഇതൊക്കെ ട്രാപ്പാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും എവിഡൻസ് ഉണ്ടാകണം. നിങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റിയ എന്ത് എവിഡൻസ് ആണുള്ളത് അജിത് വട്ടിയൂർക്കാവ്? കാലഘട്ടം മാറിപ്പോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. മാറി, പെണ്ണുങ്ങൾ ഇനി തിരിച്ചു പറയും, പെണ്ണുങ്ങൾ ഇനി റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് അസോൾട്ട് ചെയ്ത് നടന്നു പോവാൻ പറ്റുന്നതല്ല, മനസ്സിലായോ? കാലഘട്ടം മാറി. എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് കാരണം കുറെ പെൺപിള്ളേരെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറെ പെൺപിള്ളേരെ പേടിച്ച് വെച്ചിട്ടുണ്ടോ ഇനി മസ്താനിയെ പോലെ റിയാക്ട് ചെയ്തത് കാരണം ഇങ്ങനെ ആയിപ്പോയാലോ ഒന്ന് കുറെ പെൺപിള്ളേരെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ. പക്ഷെ കാലഘട്ടം മാറി, ഇനി തൊട്ട് പെൺപിള്ളേര് റിയാക്ട് ചെയ്ത് തുടങ്ങും. അല്ല, എന്തിനു വേണ്ടിയാണ് ഇത്തരം ആളുകൾക്കൊക്കെ വേണ്ടി വാദിക്കുന്നത് അജിത് വട്ടിയൂർക്കാവ്? താങ്കൾ സ്വയം ഒന്ന്, എൻ്റെ ഒരു സംശയമാണ്, താങ്കൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്തിനു വാദിക്കണം എന്നുള്ള ആ ഒരു ചിന്ത താങ്കൾക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ലേ? ഈ മെൻസ് അസോസിയേഷൻ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും ഈ തരം ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം വൃത്തികെട്ട ആഭാസന്മാരാണ് അജിത് വട്ടിയൂർക്കാവ്. ആഭാസനെന്നോ എന്ത് വിളിച്ചാലും ഞങ്ങൾ ഇരകളാണ്. പുരുഷന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും ഇതുപോലുള്ള ഓരോ സ്ത്രീകൾ, അത് ഫാമിലിയിൽ നിന്നാവാം, പുറത്തുനിന്നാവാം, എവിടെ നിന്നായാലും ഞങ്ങൾ ഇരകളാണ്. ഞങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വ്യാജ പരാതികൾ കൊടുക്കുകയും അത് ഞങ്ങൾ തെളിയിച്ച വ്യക്തികളാണ്. ഇവിടെ നിങ്ങൾ എന്ത് തെളിയിച്ചു? സവാദിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് തെളിയിച്ചത്? ഇപ്പൊ തന്നെ നന്ദിത പറഞ്ഞൊരു കാര്യം, ഒട്ടേറെ സ്ത്രീകൾ, ഒട്ടേറെ പെൺകുട്ടികൾ ഇതേ ആളെ കുറിച്ച് തന്നെ പിന്നീട് ഇയാളിത് നിരന്തരം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്ന്. അപ്പൊ അത് നിങ്ങളൊന്നും വിശ്വസിക്കില്ലായിരിക്കും, അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നതാകും നിങ്ങൾ പറയാൻ പോകുന്നത്. 3 കമന്റുകളുണ്ട്, 3 പെൺപിള്ളേരുടെ കമന്റുകളുണ്ട്. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഇട്ട വീഡിയോന്റെ അടിയിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അവരവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നാണ് അവർ കമന്റ് ഇട്ടേക്കുന്നത്. ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്റെ ആ റീലിന്റെ അടിയിലുണ്ട് 3 പെൺപിള്ളേര്. അപ്പൊ എനിക്ക് മെസ്സേജ് വന്ന എത്ര പെൺപിള്ളേര്? പെൺകുട്ടികളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം, അത് പറഞ്ഞു തരേണ്ട കാര്യം. ആണുങ്ങളുടെ സ്വഭാവം എനിക്ക് എന്താണ് അജിത് വട്ടിയൂർക്കാവ്? മനസ്സിലായോ? താങ്കൾ എന്താണ് പറയുന്നത്? താങ്കളുടെ വീട്ടിലൊക്കെ സ്ത്രീകൾ ഉള്ളതല്ലേ? അവരന്ന് വരെ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും അവൾ വെളുപ്പിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ആ രീതിയിലേ അത് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരാൻ ഇവിടെ എന്താ വേറെന്താ ക്യൂ നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ്? വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പത്തെ ലോകം. നിങ്ങൾ കാണുന്ന ഏതോ നൂറ്റാണ്ടിലെ ജനറേഷൻ അല്ല. ഇനി നിൽക്കും പെമ്പിള്ളേര്, ക്യൂ നിൽക്കും ഉണ്ടായ തെറ്റുകൾ വിളിച്ച് പറയാൻ വേണ്ടിട്ട്. നൂറ്റാണ്ടിലെ ജനറേഷനിൽ പറഞ്ഞത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഏത് നൂറ്റാണ്ടിൽ നിന്നാണെന്ന്. സംസാരത്തിൽ നിന്ന് വളരെയധികം ക്ലിയർ ആവുന്നുണ്ട് നിങ്ങളുടെ നൂറ്റാണ്ടുകളല്ല. ശരി, രാഹുൽ ഈശ്വർ, രണ്ട് കാര്യങ്ങൾ. എനിക്കൊരു ഇടവേള എടുക്കണം, വേഗം പറയും. പെട്ടെന്നൊരു കാര്യം സത്യസന്ധമായി പറയാണ്, ഇവിടെ അറിഞ്ഞിരിക്കാനാണ്. നമ്മുടെ അജിത് ജിക്കടക്കം നമ്മുടെ ഈ സംഘടനയിലുള്ള ഒരുപാട് പേർക്ക് വ്യക്തിപരമായ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളെടുത്താണ് അവർ കോടതിയിൽ നിന്ന് ആ റിലാക്സേഷൻ വാങ്ങിയത് ആത്യന്തികമായി. അപ്പൊ അതിന്റെ ഒക്കെ അവരുടെ മനസ്സിലുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. 2, എനിക്ക് നേരത്തെ ഗോകുൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? വ്യക്തിപരമായ ദുരനുഭവം ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഉൾപ്പെടെയൊക്കെ താങ്കൾ അതൊക്കെ യോജിക്കുന്നുണ്ടോ രാഹുൽ ഈശ്വർ? നിങ്ങളുടെ സംഘടന നിങ്ങളൊപ്പം നിൽക്കുന്നവരാണല്ലോ.
അങ്ങനെയല്ല. ഞാൻ അവിടെയാണ് നന്ദിതയോട് ഞാൻ അടക്കമുള്ള പുരുഷന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വർത്താനം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും സൈബർ മേഖലയിൽ നിന്നും നെഗറ്റീവ് വർത്താനം ഞാൻ അടക്കമുള്ള പുരുഷന്മാരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നതിൽ നന്ദിതയോട് മാപ്പി ചോദിക്കുന്നു. അത് ഞങ്ങൾ പുരുഷന്മാരിൽ പലർക്കും പറ്റുന്ന തെറ്റാണ്. പലപ്പോഴും ഈ സൈബർ മേഖലയിൽ അടക്കം നിൽക്കുന്നവർ ഫേസ് ഇല്ലാതൊക്കെ എന്ന് പറയുന്ന ഒരു പക്ഷേ ഞാൻ അടക്കമുള്ളവരിൽ നിന്ന് ഉണ്ടായിക്കാണ്. അതുകൊണ്ട് നന്ദിതയോട് അതിന് വ്യക്തിപരമായി തന്നെ മാപ്പി ചോദിക്കുന്നു. ഇപ്പോ പ്രൈമാഫേസി തോന്നുന്നത് നന്ദിത പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്ന കാര്യം. ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് റിപ്പീറ്റ് ഒഫൻഡർ എന്ന അലിഗേഷൻ ഉണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാണിച്ചു. കോടതിയാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ട. രാഹുൽ ഈശ്വറോ അജിത് കുമാറോ അനുജ മാഡമോ അല്ലെങ്കിൽ ഗോകുലോ ഒന്നും അല്ല. പക്ഷേ പ്രൈമാഫേസി നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം റിപ്പീറ്റ് ഒഫൻഡർ വരുമ്പോൾ മുമ്പുള്ള തെറ്റ് അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ടെന്നല്ലേ നമ്മൾ രാഹുൽ ഒരു കാര്യം, ഇയാള് ഇപ്പോ ഈ പറയുന്നത് പോലെ ഒരു പരാതി ആദ്യമായിട്ട് അതിനു മുൻപ് അയാൾ എന്തൊക്കെ ചെയ്തിരിക്കാമെന്ന് ആർക്കറിയാം? നന്ദിത പറയുമ്പോഴാണ് ഇങ്ങനെ സവാദ് എന്നൊരാളെ നമ്മളൊക്കെ അറിയുന്നത്. അതിനുശേഷമാണ് ഇയാൾ വാർത്തയിലൂടെ വന്നപ്പോഴാണ് ഇയാളുടെ മുഖം പരിചിതമായത്. പിന്നീടാണ് പെൺകുട്ടികൾ നന്ദിതയ്ക്ക് ഇത്തരം സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഇയാൾ ഇത് എത്ര കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആർക്കറിയാം? ഇത് കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അയാൾ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ സാധാരണ ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇത്തരം ആളുകളുടെയൊക്കെ കൂടെ ഇരുന്ന് സഞ്ചരിക്കുക? നമ്മളെല്ലാവരും പുരോഗമനം പറയും. ഇപ്പോ നന്ദിത പോലും തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുകയാണ്. അതിനൊന്നും പ്രശ്നമില്ല. കാരണം അങ്ങനെയൊക്കെയാണ് കാലം മാറിയിട്ടുണ്ട്. പക്ഷെ അത് നടക്കില്ല എന്നുള്ളതാണല്ലോ. ഇത്തരം ആളുകളെയൊക്കെ എങ്ങനെ വിശ്വസിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും? താങ്കളുടെ വീട്ടിലുമുണ്ട് സ്ത്രീകൾ, നമ്മളും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. അല്ല, നമ്മുടെ വീട്ടിൽ സ്ത്രീകളുണ്ട്, സഹോദരിമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷ കമ്മീഷന് വേണ്ടി നമ്മൾ വാദിക്കുമ്പോഴും അതിന്റെ ആദ്യ വരി ഈ കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ ദുര്യോഗങ്ങൾ, ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരിക എന്ന് നമുക്ക് എല്ലാം അറിയാം. ഇതാണ് പുരുഷ കമ്മീഷന്റെ ഫസ്റ്റ് വരി. പക്ഷേ പുരുഷന്മാർക്കും കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ സവാദിന്റെ കേസ് നേരത്തെ വന്നപ്പോൾ നമ്മളിൽ പലരും ധരിച്ചത് അദ്ദേഹത്തിന്, ഞാൻ പോയിട്ടില്ല ആ പരിപാടിക്ക്, എന്നിരുന്നാൽ പോലും ഞാൻ ടി വിയിലൊക്കെ കണ്ടുവന്ന് ധരിച്ചത് കോടതി വിധി വരട്ടെ, ഇങ്ങനെ ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ്. റിപ്പീറ്റഡ് ആയി ഒരാൾക്കെതിരെ അലിഗേഷൻസ് വരുമ്പോൾ ശരിയാണെന്ന് കരുതാനുള്ള ടെൻഡൻസി അല്ലേ കൂടുതൽ. ഒരു കാര്യം ഗോകുലും നമ്മുടെ നന്ദിതയും പറഞ്ഞ ശരിയാണ്. നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അവരാണ്. ചില ആൾക്കാർ ഒരുപക്ഷെ മടി പിടിച്ചിരിക്കും, ചില ആൾക്കാർ വേദനയിൽ ഒന്ന് ചൂളി പോകും, ചില ആൾക്കാർ ധൈര്യത്തോടെ പ്രതികരിക്കും. അതെ, അപ്പോ എന്റെ ഒരു സംശയം, ഞാൻ താങ്കളിലേക്ക് എത്താം, ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഞാൻ എത്താം, ഗോകുലിലേക്കും എത്തും. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം തിരികെ ന്യൂസ് സെവനിൽ ശ്രീ ഗോകുൽ ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ ഈ പൂമാലയിട്ടുള്ള സ്വീകരണം എന്നൊക്കെയുള്ളത് സവാദ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അയാൾ അപ്രതീക്ഷിതമായിട്ടൊരു ഷോക്കിൽ നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത്. ഇത്തരം പ്രവൃത്തികൾ ഒരുപക്ഷെ ഇയാൾ ഇതും കൂടി ഒരു പ്രോത്സാഹനമായിട്ട് ഇയാൾ എടുത്തിട്ടുണ്ടാകുമോ? ഇത് തുടർച്ചയായി അതിനുശേഷം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ, കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്നലെയല്ല 14-ാം തീയതി, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പെൺകുട്ടി പരാതി നൽകിയത് കൊണ്ട് വീണ്ടും പിടിക്കപ്പെട്ടു. ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു. അപ്പൊ താൻ സ്വീകരിക്കപ്പെടുന്ന ആളാണ്, തനിക്കൊരു ആദരം നൽകിയിരിക്കുന്നു എന്നൊക്കെ ഇയാൾ വിചാരിച്ചു വച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവാം. കാരണം ഒരു എന്തോ സ്വാതന്ത്ര്യ സമര സേനാനി പുറത്തു വരുന്നത് പോലെയാണ് പോയി മാലയിട്ടൊക്കെ സ്വീകരിച്ച് ആർപ്പ് വിളിച്ച് അയാളെ കൈയൊക്കെ പിടിച്ചു ഉയർത്തി അങ്ങനെയൊക്കെയാണ് അയാളെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് എന്നെ തോന്നുന്നുണ്ടായിരുന്നു, ഓക്കെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവിടെ പറയുന്നുണ്ടായിരുന്നു അയാളെ കുറ്റക്കാരെന്ന് വിളിക്കരുത്, ആരോപണ വിധേയെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. കോടതി പറഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ കുറ്റക്കാരനാവുള്ളൂ. അയാൾ കുറ്റവിമുക്തനാണെന്നും കോടതി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയി മാല ഇട്ടതെന്നൊക്കെ ഒരു ചോദ്യമാണ്. മാത്രമല്ല 99% വ്യാജ പരാതികൾ, സ്ത്രീകൾ കൊടുക്കുന്നതെല്ലാം വ്യാജ പരാതികളാണെന്നൊക്കെ ഇവിടെ ഇരുന്ന് തട്ടിവിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 99% കണക്കും ഡാറ്റയൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതൊക്കെ ചോദിച്ചാൽ തരാൻ കാണത്തില്ല, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇവിടെ ഇവരുടെയൊക്കെ മെയിൻ ഇപ്പോൾ ഈ മെൻസ് റൈറ്റ് ആക്ടിവിസം എന്ന് പറഞ്ഞ് ഇവർ നടക്കുന്നത് തന്നെ 99 എത്രയായാലും പറഞ്ഞിട്ട് എന്തായാലും ഓക്കെ 99 പറഞ്ഞിട്ടില്ലെങ്കിൽ 99 എത്ര ശതമാനമായാലും അതിൻ്റെ കണക്കുകളൊക്കെ ചോദിച്ചാൽ തരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. മാത്രമല്ല ഇവർ മെൻസ് റൈറ്റ് ആക്ടിവിസം എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇവരുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർ സ്ത്രീകൾക്കെതിരെയുള്ള ഹെയ്റ്റാണ്. അല്ലാതെ ആണുങ്ങൾ ശരിക്കും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഈ സവാദിൻ്റെ കേസ് ആയാൽ പോലും അതിനെ വേണമെങ്കിൽ നമുക്കൊരു ഡിസോർഡർ എന്ന് പറയാം, എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്നൊരു ഡിസോർഡർ ഉണ്ട്. ആ ഡിസോർഡറുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവർ ചെയ്യുന്ന എന്താ, അവന് സപ്പോർട്ട് കൊടുത്ത് അവനെ മാലയിട്ട് സ്വീകരിച്ച് നീ തെറ്റുകാരനല്ലടാ എന്ന് പറഞ്ഞാണ് അവർ ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിന് പകരം അയാൾക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയോ ആ അസുഖത്തിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. സ്ത്രീകൾക്കെതിരെ എങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാം, ആ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനെ മെൻസ് റൈറ്റ് ആക്ടിവിസം എന്ന് പേരിട്ടിരിക്കുകയാണ്. അതായത് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സൊസൈറ്റിയിൽ കുറേ റൈറ്റ്സ് അവർ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ റൈറ്റ്സ് വേണമെങ്കിൽ സ്ത്രീകൾ ചെയ്ത് നടന്നുകൊള്ളണം. പക്ഷേ ഈ റൈറ്റ്സിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പോയാൽ അത് ആണുങ്ങൾക്കെതിരെയുള്ള ഹേറ്റ് ആണെന്ന രീതിയിൽ നിന്നാണ് ഇവരുടെ മെൻസ് റൈറ്റ് ആക്ടിവിസം തന്നെ നടക്കുന്നത്.
മാത്രമല്ല ഇതിനൊപ്പം തന്നെ വിക്ടിം ബ്ലെയിമിങ്. നന്ദിതയുടെ കേസിൽ തന്നെ ഈ ആ വിഷയം വന്നതിന് ശേഷം എന്തോരം കോൺസ്പിറസി തിയറികളാണ് വന്നത്. നന്ദിത ഹണി ട്രാപ്പ് നടത്തിയതാണ്, നന്ദിത റീച്ചിന് വേണ്ടി ഇത് ചെയ്തതാണ്. ഇപ്പോൾ ഒരു ഫേമസ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആ സമയത്ത് ഞാൻ ഇന്നലെ ഈ വിഷയം നടന്നതിന് ശേഷം അക്കൗണ്ട് പോയി ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയായിരുന്നു. അതിൽ പറയുന്നുണ്ട് നന്ദിതയും നന്ദിയുടെ ആ സവാദിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നന്ദിതയുടെ കൂട്ടുകാരെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് സവാദിനെ കുടുക്കിയതാണ്, സവാദാണ് ഇവിടെ വിക്ടിം എന്ന രീതിയിൽ പ്രോപ്പർ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിക്ടിം ബ്ലെയിമിങ്ങും സ്ലട്ട് ഷെയ്മിങ്ങുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള കമൻറ്റൊക്കെ നമുക്ക് വായിച്ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിക്ടിം ബ്ലെയിമിങ്ങും ചീത്തവിളികളും തെറിവിളികളും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ അവർക്ക് ചിന്തിക്കുക എന്നൊന്നുമില്ല. ഇപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരനോട് നന്ദിയുടെ കൂട്ടുകാരിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദിതയുടെ സ്വഭാവത്തെക്കുറിച്ച്. അതുകൊണ്ട് ഒരാളുടെ സ്വഭാവം വെച്ചിട്ടാണോ സെക്ഷൽ അബ്യൂസ് നേരിട്ടില്ല എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വേഷം വെച്ചിട്ടാണോ സെക്ഷൽ അബ്യൂസ് നേരിട്ടില്ല എന്നൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ. മാത്രമല്ല ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ തെളിവുകൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. കാരണം ഇവർ തെളിവുകളൊന്നും അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, പുറത്തുവിടാൻ പറ്റിയെങ്കിൽ ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെയുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാണ് പൂമാല ഇട്ടതെന്ന് പറയുമ്പോൾ അതെന്താണ് നമുക്ക് കൂടി അത് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ വരാം രാഹുലിലേക്ക് ഞാൻ വരാം. നന്ദിത ഇപ്പൊ ഇവിടെ ഈ നന്ദിത അന്ന് ഈ അനുഭവം നേരിട്ടതിന് ശേഷം നന്ദിത അന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു ആ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് അയാളെ ഉടൻ തന്നെ പിടികൂടിയത്. അവരുടെ ഭാഗത്തു നിന്ന് ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ പുരുഷന്മാർ ഇങ്ങനെ മെൻസ് അസോസിയേഷനൊക്കെ ഒരു ഭാഗത്തുണ്ട്, കൂടാതെ വലിയ സ്ലട്ട് ഷെയ്മിങ് മറ്റൊരു ഭാഗത്തുണ്ട്. അതൊക്കെ നിൽക്കുമ്പോൾ പോലും പുരുഷന്മാരുൾപ്പെടുന്ന ഒട്ടേറെ പേർ ഈ സമൂഹത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ പോരാടാൻ നമുക്ക് ശക്തിയായി. ഇപ്പോൾ അതിൽ നമുക്കൊപ്പം വന്നിരിക്കുന്ന ഗോകുൽ തന്നെ അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഒരു പുരുഷനാണ്, പക്ഷേ ഈ മെൻസ് അസോസിയേഷൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതല്ല വേണ്ടത് എന്ന് പറയാൻ, നമുക്കൊപ്പം നിൽക്കാൻ ഇങ്ങനെയൊക്കെയുള്ള അട്രോസിറ്റീസ് ഉണ്ടാകുമ്പോൾ അതിന് സ്ത്രീകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് അത് എന്ന് പറയാൻ ഒക്കെയുള്ള ശബ്ദം അങ്ങനെ ഉയർന്നു പൊങ്ങുന്ന തരത്തിലേക്കുള്ള പുരുഷന്മാരുണ്ട് സമൂഹത്തിൽ. ഒരു പിന്തുണയല്ലേ അത്? ഉറപ്പായും അതെ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിലുണ്ടായിട്ടുണ്ട്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫാമിലി, എനിക്ക് അറിയാത്ത പല ആളുകളും ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ച് എൻ്റെ ഫ്രണ്ട്സായി മാറിയവരുണ്ട്. പലവരായിട്ടും എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നവരുണ്ട്. ദർ ഈസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് പീപ്പിൾ, ഓഫ് മെൻ who have stood by my side. There is a huge amount of men who called me yesterday to tell me that, they're happy for me and they miss who I was before this incident. A huge amount of men who have seen me change, a huge amount of men, and I'm thankful to each and every one of them. And every distant or near family relatives ആയിക്കോട്ടെ, cousins ആയിക്കോട്ടെ, friends ആയിക്കോട്ടെ, ആര് വേണേലും ആയിക്കോട്ടെ, ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് ദം. പിന്നെ I've had a lot of influencers just like Gokul, a lot of people who are now I can call them my friends because they've stood by my side. ഈ കഴിഞ്ഞ 2 വർഷമായിട്ടും അവരെൻ്റെ കൂടെ തന്നെയുണ്ട്. So I'm very grateful for that particular part of men whom I can call men. അതെ. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, വേഗം മടങ്ങിയെത്താം. നമ്മൾ ന്യൂസ് ഇവന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇതൊരു രോഗമാണ്, ഇതൊരു ഡിസോർഡറാണ്. ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? അവർക്കൊരു ചികിത്സ നൽകേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ഇതിലേക്കൊക്കെ അല്ലേ പോകേണ്ടത്? ഇപ്പോൾ പുരുഷ സംഘടനയൊക്കെ കൊള്ളാം, പക്ഷെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഈശ്വർ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുരുഷന്മാർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നതല്ല പുരുഷ ആക്ടിവിസം, ആകരുത് പുരുഷ ആക്ടിവിസം. ആണുങ്ങൾ ജനുവിനായ വ്യാജ പരാതികൾ നേരിടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. നേരത്തെ ഗോകുൽ പറയുകയുണ്ടായി എത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 53% വ്യാജ പരാതികളുടെ ഒരു കണക്ക് BBC അടക്കമുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെ വ്യാജ പരാതികളുണ്ട്. പക്ഷേ ആളുകൾ നമ്മൾ തുറന്നു പറയാൻ എന്താ പറയുന്നത്, അത് ചൂണ്ടി തയ്യാറാകണം. ഇവർക്ക് പോലുള്ള രോഗമാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാകണം. അതോടൊപ്പം സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഈ സൈബർ ബുള്ളിയിങ്ങോ വെർബൽ റേപ്പോ അടക്കം നേരിടുകയാണെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാനും നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ അങ്ങനെ ഒരു നിലപാടെടുക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന്, എന്റെ അടക്കം ഭാഗത്ത് നിന്ന് നിലപാടുകൾ മുമ്പോട്ട് വരണം. താങ്കളുടെ സംഘടനയുടെ പ്രസിഡന്റിനൊക്കെ പറഞ്ഞു കൊടുക്കുവത്.
അല്ല, ഞാൻ ഒരു സംഘടനയിലും ഭാഗമല്ല, എല്ലാ സംഘടനകളോടും സഹകരിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ അടക്കമുള്ളവർക്ക് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നിലപാടുകളിൽ അങ്ങനെ ശരി വേണമെന്ന് ഉദ്ദേശമുണ്ടാണ്. കാര്യം ആത്യന്തികമായി നമ്മൾ നിൽക്കുന്ന എന്തിനാ? നീതിക്ക് വേണ്ടിയാണ്, ന്യായത്തിനും നിയമത്തിനും വേണ്ടിയിട്ടാണ്. ഒരുപാട് പുരുഷന്മാർ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വ്യാജ പരാതി കാരണം. സവാദ് കാരണം അവരുടെ എല്ലാം വ്യാജ പരാതി ഇല്ലാതാവരുത്, അല്ലെങ്കിൽ അവരുടെ എല്ലാം വ്യാജ പരാതി മോശമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നന്ദിതയോട് ഒപ്പം തന്നെയാണ്. അത്ര നീതി എത്രയും പെട്ടെന്ന്. ശരി, അജിത് വട്ടിയൂർക്കാവ്, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട്? അതോ ഇപ്പോഴും ഇനിയും ഉണ്ടോ പൂമാല? ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പൂമാല പ്രതീക്ഷിക്കാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ടാമത് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി ആരാണെന്നറിയില്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയോടൊപ്പം അവളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ ഞങ്ങൾ. അത് ന്യായമുണ്ടോ എന്നുള്ളത് നിങ്ങൾ സമാന്തരമായി അന്വേഷിച്ച് നിങ്ങൾ കുറ്റവിമുക്തനാക്കി നിങ്ങൾ പൂമാലയിടും. അതാണല്ലോ ആദ്യം കണ്ടത്. അപ്പോൾ ഇനിയും പൂമാലയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ ഒരു അന്വേഷണത്തിന് പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. അന്വേഷണം ഉണ്ടാവും. ഞങ്ങൾ അന്വേഷണം ഉണ്ടാവും. അന്വേഷിച്ചതിന് ശേഷം നടപടി ഉണ്ടാവും. സവാദിന്റെ ഭാഗത്തു നിന്ന് കേൾക്കും, എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്നുള്ള ചോദിക്കും. അതൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിക്കും, അവിടെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കും. ഇതെല്ലാം എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഈ കേസിലും അതുണ്ടാവും. ശരി, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നന്ദിത പറയാനുള്ളത് ഒരൊറ്റ വരിയിൽ പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. നന്ദിത കേൾക്കാമോ? നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ പറയാ, ഞാൻ ലൈക്ക് ഇപ്പോ ഈ ഒരു പോയിന്റിൽ എനിക്ക് ആകെ പറയാനുള്ളത് വീണ്ടും ഒരു വിക്ടിം ഉണ്ടാവാൻ ഒരു കാരണം ഇവര് തന്നെയാണ്. ഇഫ് യു ഗൈസ്, ഞാൻ 2 വർഷം മുന്നേ പറഞ്ഞ അതേ ആള് അതേപോലെ ബസ്സിൽ അതേ കാര്യം ചെയ്തുകൊണ്ട് വേറൊരു പെൺകുട്ടി അജിത് വട്ടിയൂർക്കാവ് സർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് മൊത്തം എൻ്റെ ആയിരുന്നു എന്നാണ്. ഇപ്പൊ കംപ്ലൈന്റ് ചെയ്ത കുട്ടിയും എൻ്റെ കൂട്ടുകാരിയായിരുന്നു. ബസ് ഇപ്പൊ ഞാൻ അത്രയും വലിയ ആളാണെന്ന് പറഞ്ഞു തന്നതിൽ നന്ദിയുണ്ട്. അപ്പോ എന്തായാലും ഇനി ഒരു വിക്ടിം ഇല്ലാണ്ടിരിക്കട്ടെ. ഇപ്പോ ആ കുട്ടി വീട്ടിലിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. ഐ നോ വാട്ട് ഐ വെന്റ് ത്രൂ, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ വെന്റ് ത്രൂ. സെയിം ആളായതുകൊണ്ട് തന്നെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇന്റൻസിറ്റി. സോ പ്ലീസ് ഡു നോട്ട് ഗിവ് us another victim of സവാദ്. ശരി, വളരെ നന്ദി നന്ദിത, അജിത് വട്ടിയൂർക്കാവ്, രാഹുൽ ഈശ്വർ, ഗോകുൽ ഗോപാലകൃഷ്ണൻ ന്യൂസ് ഈവനിംഗിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു. ഇനി ഹോട്ട് ന്യൂസുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.